അറഫ ഗോൾ അട്ടക്കുളങ്ങര മേയറോട് ചോദിക്കാം ഇൻ അസോസിയേഷൻ വിത്ത് കുന്നിൽ ഗ്രൂപ്പ്. GT Hospital, Murungapalam, Thiruvananthapuram. Love and care to humanity. മേയറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടിയുമായി ബഹുമാനപ്പെട്ട മേയർ ഇവിടെ ഉണ്ട്. സ്വാഗതം മാഡം. നഗരസഭയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടും തുടർ നടപടികളും എന്നുള്ളതായിരുന്നു വിഷയം. ഇവിടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും ദിവസേന നടക്കേണ്ട പരിശോധനകൾ അത് തകർന്നുപോയി. 50% ജീവനക്കാർ മാത്രം ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലേക്ക് ചില തടസ്സങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ മാസവും കൃത്യമായി ഓഡിറ്റ് നടത്താൻ വേണ്ടി ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി നഗരസഭയിൽ ചില ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ പോലെ തന്നെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് IKM സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. IKM സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തകരാറ്, അതിലെ അപ്ഡേഷൻ നടത്താനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ നല്ല തീരുമാനങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഇന്നലെ മേയറിനെയും സെക്രട്ടറിയെയും നേരിട്ട് വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂടി അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിളിച്ചിരുന്ന യോഗം അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യവും സെക്രട്ടറി മാത്രം പങ്കെടുത്തുകൊണ്ട് മന്ത്രി ഇല്ലാതെ അതുപോലെ തന്നെ മേയറും പങ്കെടുക്കാതെ ഒരു യോഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലും നല്ല ചർച്ചകൾ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം വന്നപ്പോൾ അവിടെ കൃത്യമായി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ മിശ്ര അവിടെ സൂചിപ്പിച്ചതാണ്. ഈ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെ അവരെ പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലെല്ലാം വിശദീകരിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ക്രമക്കേട്, ഇവിടെ ചില ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ചില ക്രമക്കേടുകൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ അംഗം ശ്രീ VG കുമാർ പറഞ്ഞു, മേയറിന്റെ പ്രസംഗം ആവർത്തിച്ച് TV കാണിക്കുകയാണ്. നഗരസഭയുടെ ഔദ്യോഗിക കാര്യങ്ങളാണ് മേയർ സംസാരിക്കുന്നത്. നഗരസഭ തീരുമാനിച്ചിട്ടുള്ള ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ മേയറിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്നെ മേയർ എന്ന് വിളിക്കുന്നത്. ഞാനപ്പോൾ ഔദ്യോഗികമായ നഗരസഭയുടെ തീരുമാനങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയും. അതാണ് എന്റെ ചുമതല. എന്റെ ചുമതല എടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. സത്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് എത്ര വ്യാജ പ്രചരണങ്ങൾ അതിന്റെ മുകളിലേക്ക് വന്നാലും ഈ ഭൂമി തന്നെ എനിക്ക് വീണാലും ഇനി മരിക്കുന്നിടത്തോളം കാലം ഈ നഗരസഭ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം നഗരസഭയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ആ ഔദ്യോഗിക കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ശ്രീകാര്യം സോണൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 16/7/2021 വ്യക്തമായി ഞാൻ ഡേറ്റ് സഹിതം ഇവിടെ പറയുകയാണ്. 16/7/2021 അവിടെ പുതിയതായി ചുമതല എടുത്തുവന്ന ഒരു റവന്യൂ ഇൻസ്പെക്ടർ നമ്മുടെ സെക്രട്ടറിയുടെ ശ്രദ്ധയിലേക്ക് ഇവിടെ അവിടുത്തെ സോണൽ
തീരുമാനിച്ചത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ ഈ നഗരസഭ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ 11 സോണലുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ മെയിൻ ഓഫീസ് കേന്ദ്രീകരിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് എല്ലാ തരത്തിലും രേഖാമൂലം കത്ത് നൽകിയ നഗരസഭയുടെ ഭരണസമിതിയാണ് ഈ ഭരണസമിതി. ഇവിടെ ഭരണസമിതി എന്ന് അവകാശപ്പെടുമ്പോൾ മേയറെന്നോ ഇവിടെ ഇരിക്കുന്ന ചില അംഗങ്ങളെന്നോ നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഭരണസമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൗൺസിൽ അംഗത്തെ നഷ്ടപ്പെട്ടു പോയി, മറ്റു 99 പേരും ഭരണസമിതി അംഗങ്ങളാണ്. അതുകൊണ്ട് ഈ ഭരണസമിതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉൾപ്പെടും. ഈ ഭരണസമിതി എടുത്ത തീരുമാനമാണ്. അങ്ങനെ മുഴുവൻ സോണൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. 18/8/2021 ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് വരുന്നത്. ഏതാണ്ട് 1 മാസ കാലയളവ് അവർ സമഗ്രമായ അന്വേഷണം നടത്തി. ആദ്യം വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഓരോ സോണലുകൾ അനുസരിച്ച് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം സോണൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 5,12,785 രൂപയുടെ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട്. അത് നഗരസഭയുടെ വരവിൽ രേഖപ്പെടുത്തുകയും തുടർന്ന് നഗരസഭയുടെ സെക്രട്ടറിയുടെ പേരിലുള്ള SK അക്കൗണ്ടിൽ അത് നിക്ഷേപിച്ചിട്ടില്ല എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. തുടർന്ന് അവിടെ നേരത്തെ തന്നെ OA സസ്പെൻഡ് ചെയ്തിരുന്നു. അവിടുത്തെ ക്യാഷ്യറിനെയും നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അവിടെ പ്രവർത്തിച്ചിരുന്ന ചാർജ് ഓഫീസർ, ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ചാർജ് ഓഫീസർ കൊല്ലം നഗരസഭയുടെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അത് ഡയറക്ടറിലേക്ക് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അവരെയും ഡയറക്ടറേറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ശ്രീകാര്യത്ത് മാത്രമല്ല അന്വേഷണം നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11 നടന്നു. ആ 11 നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ദേവം സോണൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചു. 20/9/2021 നിയമം സോണൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. നിയമം ആറ്റിപ്പുറ സോണലുകളുടെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് 22/9/2021 അവിടെ ആദ്യം നമ്മുടെ പ്രാഥമികമായ അന്വേഷണം കൂടി നടത്തി. ആ കാലഘട്ടത്തിൽ ഈ ക്രമക്കേട് നടന്നിട്ടുള്ള കാലഘട്ടത്തിൽ ഏത് ഉദ്യോഗസ്ഥരാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തി. എത്ര തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു സത്യം ചെയ്യുന്ന ആൾ പോലും കുറ്റക്കാരനാവരുത് എന്നുള്ള കാഴ്ചപ്പാട് കൂടി ഈ ഭരണസമിതി ആ സാഹചര്യത്തിൽ ഉയർത്തിപ്പിടിച്ചു. സത്യസന്ധമായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഏത് ഉദ്യോഗസ്ഥനാണ് ക്രമക്കേട് നടത്തിയത് എന്ന് കണ്ടെത്തിക്കൊണ്ട് നേമത്തും ആ ദിവസം 22-ാം തീയതി നേമത്ത് സസ്പെൻഷൻ നടത്തുന്ന 2 ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനമായി നാം ഉയർത്തിക്കാണിക്കേണ്ട കാര്യം നേമത്ത് 26,74,333 രൂപയും ആറ്റിപ്പുറയിൽ 1,09,836 രൂപയുടെയും ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പേർക്കെതിരെയും നാം നടപടി സ്വീകരിച്ചു. നടപടി സ്വീകരിക്കുക മാത്രമല്ല ഈ ഭരണസമിതി ചെയ്തത്, പകരം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങൾ, BJP അംഗങ്ങളും UDF അംഗങ്ങളും നിരവധിയായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നതിന് കാരണമായത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞത്? ഇവിടെ 19/7/2021 സസ്പെൻഡ് ചെയ്യുന്ന ശ്രീകാര്യത്തെ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി എടുത്തു എന്നുള്ള വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഈ ഭരണസമിതിയാണ്. മേയറുടെ ഓഫീസിൽ നിന്ന് 19/7/2021 സസ്പെൻഷൻ നടത്തി എന്നുള്ള റിപ്പോർട്ട് പത്രമാധ്യമങ്ങൾക്ക് അയച്ചതിന്റെ പ്രസിദ്ധീകരണമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ദേവം സോണലിൽ 22/9/2021 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നതും പത്രമാധ്യമങ്ങളിൽ അറിയിച്ചത് മേയർ സെക്ഷൻ വഴിയാണ്. മറ്റാരും കണ്ടെത്തിയത് ഇത് പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി കൊടുത്തതാണ്. അതുപോലെ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി കൊടുത്തതാണ്. അതുപോലെ ശ്രീകാര്യം സോണലും നേമം സോണലും ആറ്റിപ്പുറ സോണലിലും ഇത്തരത്തിലേക്കുള്ള തിരിമറി നടന്ന സമയത്ത് എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത നിലപാട് എടുക്കുക മാത്രമല്ല തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ ആകെ നല്ല രീതിയിലുള്ള പ്രചരണം നടത്താൻ ഈ ഭരണസമിതി ശ്രദ്ധിച്ചു. ഇവിടെ പൊതുജനങ്ങൾ അടച്ചിട്ടുള്ള തുകകൾ അത് ഏത് തന്നെയും ആകട്ടെ, നികുതി വരുമാനത്തിന്റെ ഭാഗമായി ആകട്ടെ, അല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ, അവരുടെ കയ്യിൽ റെസീപ്റ്റ് ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, മുഴുവൻ തുകയും ഈ ഭരണസമിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള തുക അതിനി ആരുടെ തുകയും
ഈ 5 വർഷക്കാലവും ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെടാതെ പോയ നിരവധിയായിട്ടുള്ള അഴിമതികളുണ്ട്. പലയിടങ്ങളിലായി അറിയപ്പെടാതെ പോയ അഴിമതികളെ പുറത്തു കൊണ്ടുവരുന്നതിനോടൊപ്പം ആ അഴിമതികൾ നടത്തിയിട്ടുള്ള മുഴുവൻ പേർക്കുമെതിരെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അവരെ എല്ലാവരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയും അത് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ പല അഴിമതികളും ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള അഴിമതികൾ ഇവിടെ കോർപ്പറേഷൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നവരെ നിങ്ങളാരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അറിയാതെ പോകുന്ന അഴിമതികൾ ഉണ്ടാകരുത്. അഴിമതി നടത്തിയാൽ അത് പൊതുജനങ്ങൾ അറിയണം, അത് മുഴുവൻ നഗരവാസികളും അറിയണം. അതിന് തുടർ നടപടികൾ സ്വീകരിക്കണം. തുടർ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് തുടർന്ന് അഴിമതി നടത്താൻ വേണ്ടി ഓരോ ഉദ്യോഗസ്ഥരും ഭയപ്പെടുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ഭരണസമിതി ഉയർത്തിപ്പിടിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയണം. ഈ കൗൺസിലിൽ ഇത്ര തന്നെ നാം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ഒരു അമ്മ വളരെ സങ്കടത്തോടു കൂടി എന്റെ മുന്നിലേക്ക് വന്നു. ഇവിടെ ഒരു കൗൺസിലർ കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ വാർഡിലെ കൗൺസിലർ ഇവിടെ സമരത്തിലാണ്. ഞാൻ പറഞ്ഞു മറ്റെന്തെങ്കിലും സഹായം വേണമോ? അമ്മ പറഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയിൽ വീടും സ്ഥലവും വാങ്ങിക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൽ എന്റെ പേരുണ്ട്. സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൽ എന്റെ പേരുണ്ട്. ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടായിട്ടും എനിക്ക് മറ്റെവിടെയെങ്കിലും വസ്തുവോ വീടോ ഇല്ല എന്ന് സാക്ഷ്യപത്രം കൗൺസിലർ തരുന്നില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് തരാത്തത്? സമരം കഴിഞ്ഞ് വന്നാൽ മതി എന്നതാണ് കൗൺസിലറിന്റെ മറുപടി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. വളരെ വിഷമം തോന്നി. കാരണം ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും കൗൺസിലറിന്റെ പേര് സൂചിപ്പിക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ഏറ്റവും പ്രയാസമേറിയ ആളുകൾക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതിയാണ്. അവിടെ സമരം കഴിഞ്ഞ് വന്നാൽ മതി, നിങ്ങളുടെ പ്രശ്നം അന്ന് പരിഹരിക്കാമെന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ചില വാർഡുകളിൽ കൗൺസിലർമാർ ഇവിടെ ആയിക്കൊണ്ട് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നു. ഞാൻ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും കൗൺസിലറിനെ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം റോഡിലൂടെ മലിനജലം ഒഴുകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ നേരിട്ടെത്തി തന്നെ ഞാൻ എന്നെ ഈ പരാതി അറിയിച്ച ആരോടും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൗൺസിലറിനോട് പറയുമെന്ന്. ഞാൻ അവിടെ കൗൺസിലർ സമരത്തിലാണെന്ന് പോലും പറയാതെ അദ്ദേഹത്തിന്റെ പേര് പോലും മോശമാക്കാതെ ഞാൻ അവിടെ ചെല്ലുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട പ്രവർത്തനം അത് തന്നെയല്ലേ. നമുക്ക് എല്ലായിടത്തും വേറെന്നുള്ള നിലയിൽ ഒരുപക്ഷെ എല്ലായിടത്തും എത്താൻ വേണ്ടി സാധിച്ചുവെന്ന് വരില്ല. പക്ഷേ കൗൺസിൽ അംഗങ്ങൾ നിങ്ങളുടെ വാർഡിലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വാർഡിലെങ്കിലും നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഭരണസമിതിയുടെ പേര് ഉയർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. ഇവിടെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചില അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, പച്ചക്കള്ളം എത്ര തവണ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ്. കള്ളം എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിഞ്ചു കുഞ്ഞിനെ പോലും സമരത്തിന്റെ പ്രചരണ മാർഗമാക്കി മാറ്റിയ ചില അംഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പഠിച്ചു വളർന്നു വന്ന പ്രസ്ഥാനം ബാലസംഘമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അത്തരം പ്രചരണ മാർഗത്തിന്റെ ഭാഗമാക്കി. ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം ഈ കള്ളങ്ങളെല്ലാം നുണക്കോട്ടകൾ പോലെ തകർന്നു വീണു. അന്ന് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയവരും വ്യാജ പ്രചരണം നടത്തിയവരും ജനങ്ങളുടെ മുന്നിൽ തലകുനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൗൺസിൽ യോഗം നന്നായി നടത്താൻ വേണ്ടി സഹകരിച്ച മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അറഫ ഗോൾ അട്ടക്കുളങ്ങര മേയറോട് ചോദിക്കാം, ഇൻ അസോസിയേഷൻ വിത്ത് കുന്നിൽ ഗ്രൂപ്പ്. GG Hospital, മുറിഞ്ഞപാലം, തിരുവനന്തപുരം. Love and care to humanity.